സമൂഹ മാധ്യമങ്ങളിൽ ഉബൈർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് ഒരു ഹേറ്റേഴ്സ് പോലും ഇല്ല എന്നുള്ളതാണ്. ആ പയ്യൻ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ എല്ലാവരും നല്ല വാക്കുകൾ കൊണ്ട് ആ ചെറുപ്പക്കാരനെ പ്രശംസിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അത് അർഹതപ്പെട്ട വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ്. കടം കൊണ്ട് വലഞ്ഞവരും പ്രയാസം അനുഭവിക്കുന്നവരും അന്നന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തികളെയും തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ചലഞ്ച് കൊടുത്ത് അതിലൂടെ അവർക്ക് വേണ്ട ആ ഒരു സഹായം എത്തിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം ആളുകൾ ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ ഇവരൊക്കെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് ഇൻഫ്ലുവൻസർമാർ എന്ന പേരിൽ ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അവർ ഇൻഫ്ലുവൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും സമൂഹത്തിൽ അവർ എന്ത് ഇൻഫ്ലുവൻസാണ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ചെറുപ്പക്കാരൻ ചെയ്ത വീഡിയോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു വീഡിയോ ഉണ്ട്. തിരുവനന്തപുരത്തെ RCC ചെന്ന സമയത്ത് അവിടെ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു പാവം ഒരു കുട്ടി, ആ കുട്ടിയെ കൊണ്ട് ഉബൈദ് ചലഞ്ച് ചെയ്യിപ്പിച്ചു. 30 സെക്കൻഡാണ് സാധാരണയായി സമയം കൊടുക്കാറുള്ളത്. പക്ഷെ ആ ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ട ഉബൈദ് 30 സെക്കൻഡല്ല, അതിനേക്കാൾ കൂടുതൽ 1 മിനിറ്റ് സമയം കൊടുത്ത് എത്രത്തോളം അവർക്ക് എണ്ണിയെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം അവർക്കുള്ള സമയം കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, RCCയിൽ വരുന്ന പല ആളുകളും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ്. പലപ്പോഴും അവരുടെ കയ്യിൽ സമ്പാദ്യമൊന്നും ഉണ്ടാകാറില്ല. അത്തരത്തിൽ പ്രയാസപ്പെട്ട ആ കുടുംബത്തിൻ്റെ കൈകളിലേക്ക് അത്രയും തുക വന്നെത്തിച്ചേർന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഒരുപക്ഷെ ഈ സന്തോഷങ്ങൾ തന്നെ മാത്രം മതിയാകും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വലിയ വിജയവും കരസ്ഥമാക്കാൻ. നമുക്കറിയാം, മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിതം തുലച്ചു കളയുന്ന ചെറുപ്പക്കാർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ആ കാലഘട്ടത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചലഞ്ചിലൂടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഈ ചെറുപ്പക്കാരൻ ചെന്നെത്തിക്കുന്നത്. ഇതുപോലെയുള്ള ഉബൈദുമാർ ഇനിയും ഒരുപാടുണ്ടാകട്ടെ. സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണം ചെയ്യുന്ന നല്ല ചെറുപ്പക്കാർ സമൂഹത്തിലേക്ക് വളർന്നു വരട്ടെ.